2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം വ്യാപക വോട്ടർ പട്ടിക ക്രമക്കേട് കൊണ്ടാണ് എന്നുള്ളതിന്റെ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ കേരളത്തിലും തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കും. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു വിജയം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഗതി. എങ്ങനെ അത് കേരളത്തിൽ സാധ്യമായി എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചൊരു സംഗതിയും കൂടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 2019 വോട്ടർ പട്ടികയിൽ ചേർത്ത 62,000 പേരെയാണ്. അതായത് കേരളത്തിൽ മൊത്തം വോട്ടർ പട്ടികയിൽ ചേർത്ത ആളുകളുടെ എണ്ണത്തിന്റെ ഒരു പട്ടിക തയ്യാറാക്കണമെങ്കിൽ 9ാം സ്ഥാനത്തായിരുന്നു തൃശ്ശൂര്. പക്ഷെ 24 വന്നപ്പോ അത് 1ാം സ്ഥാനത്തായി മാറി. അതായത് അസ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാറാണ് നമ്മൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. എന്താണ് ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്? താങ്കൾ തന്നെ ഇന്ന് പറഞ്ഞ ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നൊരു ആരോപണം, ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ കമ്മീഷൻ അറിയാതെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് പറഞ്ഞത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള വിശദീകരണത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡിസ്കഷനിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, വോട്ടേഴ്സ് ലിസ്റ്റ് നീതിരഹിതമാണെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വേര് അറക്കുന്ന ഒരു കാര്യമായിട്ട് മാറും എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഭരണഘടന അനുസരിച്ച് അത് നീതിയുക്തമായിരിക്കണം, പക്ഷപാതരഹിതമായിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതേസമയത്ത് ഒരു ലെവൽ പ്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അവസരം കൊടുക്കുന്ന ഒന്നായിരിക്കണം തെരഞ്ഞെടുപ്പ്. അങ്ങനെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികളോ അതിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്ന ആളുകളെക്കാളും അതിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പറയുന്ന നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളിലെല്ലാം അതെല്ലാം കണ്ടെത്തുകയും അത് തടയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റുകൾക്ക് മുകളിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നെ എല്ലാം നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. സർക്കാരിന്റെ സംവിധാനങ്ങൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചൊൽപ്പടിക്ക് നിൽക്കുക എന്ന് പറയുന്നത്, അതായത് ഭരണഘടനയുടെ ചൊൽപ്പടിക്ക് നിൽക്കുക എന്നാണ് അർത്ഥം പറയുന്നത്. അത്രയും സാങ്ക്ടിറ്റി ഉള്ള ഒന്നാണ് ഭരണഘടനാ സ്ഥാപനമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തന്നെ ഗവൺമെന്റ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവും കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാൻ ഉണ്ടായിരുന്ന ഒരു സംവിധാനം. ഇപ്പോ അത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു നിയമ ഭേദഗതിയിലൂടെ BJP ഇത് മാറ്റുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതിനു പുറമെ ആഭ്യന്തരമന്ത്രിയെയും കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആയിട്ട് മാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അപ്പോ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആയിട്ട് മാറുമ്പോൾ ഈ ഭരണഘടനാപരമായിട്ടുള്ള അതിന്റെ ഒരു സാങ്ക്ടിറ്റിയും അതിന്റെ ഔന്നിത്യത്തിനും അവിടെ തന്നെ കളങ്കം ചാർത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്ന ഇപ്പൊ ഞാനിവിടെ ഉന്നയിച്ച നമ്മൾ ഈ പർട്ടിക്കുലർ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. അത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഹോംവർക്കിനെ തുടർന്ന് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാകുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ഗൗരവത്തോടെ കാണണം. കാരണം പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മുടെ ജനാധിപത്യത്തിലെ ഈ ഓപ്പോസിഷന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്.
അദ്ദേഹം പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള ഗുരുതരമായ നിരവധി ഇടപെടലുകൾ അദ്ദേഹം 5 കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ 5 കാര്യങ്ങളിൽ ഒരു കാര്യം ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഫോം 6 ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മണ്ഡലത്തിൽ 33,000-ലധികം വോട്ടർമാരെ അനധികൃതമായി ചേർത്ത കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള സമാനമായ ഒരു കാര്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ ചൂണ്ടിക്കാണിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പത്രക്കാരോട് പറയുകയും അത് കേട്ട ഉടനെ തന്നെ 8/8/2025 സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ ഭരണാധികാരിയായിട്ടുള്ള ഡോക്ടർ രത്തൻ കേൽക്കർ ഒരു പരസ്യ പ്രസ്താവന എനിക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന്റെ വോട്ടെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയുടെ ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ രാഷ്ട്രീയ പാർട്ടികളോ യാതൊരു തരത്തിലുള്ള പരാതികളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അത് ഉന്നയിക്കുന്നത് തെറ്റാണെന്നും സത്യത്തിൽ യഥാസമയത്ത് ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു പത്രപ്രസ്താവന ഇറക്കിയിട്ടുണ്ടായി. ആ പത്രപ്രസ്താവന ഇറക്കിയ ഉടനെ തന്നെ ഞാൻ അതിന് മറുപടിയായി ഞാൻ വീണ്ടും വസ്തുതകൾ നിരത്തിക്കൊണ്ട് ഒരു വിശദമായ ഒരു പത്രസമ്മേളനം നടത്തി. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്. യഥാസമയത്ത് തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിലും സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിൽ KP രാജേന്ദ്രനും രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ CPIയും ഇടതുപക്ഷ പാർട്ടികളും അതുപോലെ UDFന്റെ ആളുകളടക്കം കൃത്യമായ പരാതികൾ യഥാസമയം കൊടുക്കുകയും ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗങ്ങളിൽ ഇത് ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നീതിയും തീരുമാനങ്ങൾ എടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളതും ഞങ്ങൾ കൊടുത്ത പരാതി സഹിതം അത് അദ്ദേഹത്തിന് പറയുകയും ചെയ്തതിന് പിന്നാലെ ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം വീണ്ടും ഈ പരാതികളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചെയ്തൊരു കാര്യം, അദ്ദേഹം ഇലക്ഷൻ പ്രാതിനിധ്യ നിയമത്തിലെ 23B പ്രകാരം എനിക്കൊരു നോട്ടീസ് അയച്ചു. ആ നോട്ടീസിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷ്പക്ഷതയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ്. നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തെളിവുകൾ സഹിതം ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളൊരു സത്യവാങ്മൂലം കൊടുക്കുക. സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഒരു ഭീഷണിയുടെ വാളാണ്. അത് പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന തെളിവുകളിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ ഉറപ്പ് കൊടുക്കണം എന്നാണ്, സത്യവാങ്മൂലം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഞാൻ ഇന്നലെ വളരെ വിശദമായി ഈ നിയമവിരുദ്ധമായ രീതിയിലാണ് അദ്ദേഹം എനിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്നും ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും കഴിഞ്ഞ ഇലക്ഷൻ കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇവിടെ നടന്നിരിക്കുന്ന ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് വിറ്റേറ്റഡ് ബൈ ഫ്രോഡ്, അതായത് ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഫ്രോഡ് വിറ്റിയേറ്റഡ് എവറിത്തിങ് എന്നാണ്. ഫ്രോഡ് വിഷിയേറ്റഡ് എവറിത്തിങ്, അതായത് നമ്മളൊരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം തന്നെ അത് പിന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ള അടിസ്ഥാന തത്വപ്രകാരം നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങൾ ഫ്രോഡുലൻ്റായ രീതിയിൽ BJP നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി തിരികെ കയറ്റിയിട്ടുള്ള വോട്ടർമാരെ കൂടി വെച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അതൊരു ഫ്രോഡായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് തള്ളിക്കളയാൻ, അത് നിങ്ങൾ അസാധുവാക്കാൻ നിങ്ങൾ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ തെളിവുകൾ തരാൻ തയ്യാറാണെന്നും ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയ ചില കാര്യങ്ങൾ ഞാൻ അതിന്റെ ഒരു സ്പെസിമെൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും പത്രവാർത്തകൾ എന്ന നിലയിൽ പത്രമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടൊരു ക്ലിപ്പിംഗ്സ് അടങ്ങുന്ന ഒരു രേഖ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ വ്യക്തമായിട്ടുള്ള 24 പോയിന്റോട് കൂടിയിട്ടുള്ള ഒരു മറുപടി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അതേ നോട്ടീസാണ് എനിക്കും അയച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി അതിന് മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ വളരെ ശക്തമായ രീതിയിൽ അതിന് ഇലക്ഷൻ കമ്മീഷനോട് മറുപടി കൊടുക്കുകയും നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാലും
തെളിവ് തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ഈ ഇത്തരമൊരു പിന്നെ 20B3 എന്ന് പറയുന്ന ഒരു വാള് വീശേണ്ടത് എനിക്കെതിരെയല്ല, ഇപ്പോഴല്ല നിങ്ങൾ വീശേണ്ടത്. അത് യഥാർത്ഥത്തിൽ പിന്നെ അത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ആ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന പരാതി ഏതെങ്കിലും തരത്തിൽ എലക്ഷന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ മനഃപൂർവ്വം പിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി അടിസ്ഥാനരഹിതമായിട്ടുള്ള തെളിവാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് പറയുന്ന പൊതു താല്പര്യം വെച്ചുകൊണ്ടുള്ള ഒരു ക്ലോസ് ആണ് 23B എന്ന് പറയുന്ന ക്ലോസ്. അത് ജെന്യുവിൻ ആയിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്തരം അഭിപ്രായം അല്ലെങ്കിൽ തെളിവുകൾ നൽകുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കേണ്ട ആയുധമല്ല. അതുകൊണ്ട് എനിക്കെതിരെയല്ല നിങ്ങൾ ഈ വാള് വീശേണ്ടതെന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഇത് ഒരു ഫ്രോഡുലന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന നിയമപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 22/1/2024 ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് 4/4/2024 വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ വെളിവാക്കിയിട്ടുണ്ട്. 8/8 അത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ. അതിൽ പറയുന്ന കാര്യം അനുസരിച്ച് ഏകദേശം 72,000-ഓളം വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ 22/1/2024 4/4/2024 ശേഷമാണ്, അതിനിടയിലുള്ള സമയത്താണ്. അതായത് 4/4/2024 വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വോട്ടർ പട്ടിക ചലഞ്ച് ചെയ്യാനോ അതിന് പിന്നെ പരാതി കൊടുക്കാനോ ഒരു പ്രൊവിഷൻ ഇല്ലാത്ത ഘട്ടത്തിലാണ് ബാക്കി വരുന്ന മിക്കവാറും ആളുകളെ വോട്ട് ചേർത്തിരിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ഫോം 6 പ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ വോട്ടർമാരാണ് 2024 ജനുവരി മാസം പിന്നെ 1-ാം തീയതി 18 വയസ്സ് തികയുന്നവർക്ക് വേണ്ടിയുള്ള ഫോം 6-ലാണെങ്കിൽ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടർമാർ സിംഹഭാഗവും 18 വയസ്സ് കഴിഞ്ഞവരും 18ഉം 25ഉം 30ഉം 50ഉം 60ഉം 80 വയസ്സ് വരെയുള്ള വോട്ടർമാരാണെന്നുള്ളതും, അങ്ങനെ ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടർമാരിൽ സിംഹഭാഗം ആളുകളും മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരായിരിക്കുന്ന ആളുകൾ ഇവിടേക്ക് വന്ന് വോട്ടർമാരാക്കി ചേർക്കാൻ വേണ്ടി ഈ BJPയും RSSും നടത്തിയിരിക്കുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി, ഒരു കേന്ദ്രീകൃതമായ സംവിധാനത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് സഹായകമായ നിലപാട് ഈ ഇലക്ഷൻ കമ്മീഷൻ എടുത്തു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. അപ്പൊ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോ എങ്ങനെയാണ് വോട്ടർമാരെ ചേർക്കുന്നത്? അതിനകത്ത് ഇപ്പൊ ബീഹാറിലെ ഇലക്ഷന് ഇപ്പോ അവര് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വോട്ടർ ആവണമെങ്കിൽ അവിടെ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, മെട്രിക്കുലേഷൻ പാസ്സായിട്ട് ഹാജരാക്കണം എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ആധാർ കാർഡോ നിങ്ങളുടെ റേഷൻ കാർഡോ നിങ്ങൾക്ക് അവിടെ എക്സിസ്റ്റിംഗ് വോട്ടർ ID ഒന്നും തന്നെ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വോട്ടർ ആവണമെങ്കിൽ. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഉള്ള ആളുകളാണ്. അപ്പൊ നമുക്കൊരു സ്ഥാനാർത്ഥിക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള പിന്നെ അതിൽ അവർ പറയുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ അവകാശമുണ്ട്. എനിക്ക് വേണമെങ്കിൽ മണിപ്പൂരിൽ പോയിട്ട് മത്സരിക്കാം. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നതിൽ തെറ്റില്ല, കാരണം അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ സുരേഷ് ഗോപിയുടെ നോമിനേഷൻ വാലിഡ് ആവണമെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു വോട്ടർമാർ അദ്ദേഹത്തെ സെക്കൻഡും പ്രപ്പോസും ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് നോമിനേഷൻ വാലിഡ് ആയിരിക്കുള്ളൂ. അല്ലാതെ തിരുവനന്തപുരത്തിലെ വോട്ടറോ അല്ലെങ്കിൽ ആലത്തൂരിലെ വോട്ടറോ ചാലക്കുടിയിലെ വോട്ടറോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ സെക്കൻഡ് ചെയ്യാനും പ്രപ്പോസ് ചെയ്യാനും അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ തന്നെ തള്ളിപ്പോകും. അപ്പോ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അകത്തുള്ള മണ്ഡലത്തിലെ ഒരു പിന്നെ MP മെമ്പർ ഓഫ് പാർലമെന്റ് തെരഞ്ഞെടുക്കേണ്ടത് ആ മണ്ഡലത്തിലെ വോട്ടർമാരായിരിക്കണം എന്നുള്ളത് നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രകാരമാണ് ഈ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതായത് അവിടെ ജനിച്ചു വളർന്ന ആളുകൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ സ്ഥിര താമസക്കാരനാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ വീടുള്ളത് കൊണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ഭൂമി ഉള്ളത് കൊണ്ടോ മാത്രം നിങ്ങൾ അവിടുത്തെ വോട്ടർ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ അവിടുത്തെ താമസക്കാരനായിരിക്കണം. ആ താമസക്കാരനാണ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട്
ഇന്ത്യൻ സുപ്രീം കോടതി വളരെ സുപ്രധാനമായിട്ടൊരു വിധി പറയുണ്ടായി. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത് അവിടെ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ആളുകളെ പരിഗണിക്കാൻ പറ്റില്ല. അത് പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ അവിടെ താമസമുണ്ട്, നിങ്ങൾ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ഇതിനു വേണ്ടിയോ അവിടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ബോംബെക്കാരനായിരിക്കാം, പക്ഷെ ഇവിടെയാണ് നിങ്ങൾ സ്ഥിരതാമസം എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വോട്ടർ ആവാം. അല്ലാതെ ഈ വോട്ടിന് വേണ്ടി ഇവിടെ വരുന്നവരെ ആക്കാൻ കഴിയില്ല എന്നുള്ളൊരു സുപ്രധാന വിധി ഹൈക്കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്. എന്നിട്ട് പോലും 2024 ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന ഒരു സർക്കുലറിൽ അവർ പറയുന്ന ഒരാളുടെ ഓർഡിനറി റെസിഡൻസി എന്ന് പറയുന്നതിൽ ഹാജരാക്കേണ്ട രേഖകളിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖ, നിങ്ങൾ എവിടെയാണോ വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ ഒരു ഡോക്യുമെന്റ് പോലും നിങ്ങളെ വോട്ട് ചേർക്കാനുള്ള കാര്യമാക്കി ഇലക്ഷൻ കമ്മീഷൻ വെച്ചിരിക്കുന്നു. അത് വാസ്തവത്തിൽ ഈ ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള BJPയുടെ ഓർഗനൈസ്ഡ് ക്രൈമിന്, അങ്ങനെ വേണം പറയാൻ, ഈ ഒരു ഫ്രോഡ് പ്രവർത്തനത്തിന് വഴിയൊരുക്കിയ ഒരു നിലപാടാണ്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫോം 6 പ്രകാരമാണെങ്കിലും നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ഓഫീസർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം വോട്ടർമാര് സംബന്ധിച്ചുള്ള ലിസ്റ്റ്, പുതിയ വോട്ടർമാരെ സംബന്ധിച്ച ലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും അത് സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ പരാതി കേൾക്കുകയും ചെയ്ത ശേഷം വേണം നിങ്ങൾ അന്തിമ വോട്ടർ പട്ടിക അംഗീകരിക്കാൻ. അത്തരം ഒരു പ്രൊസീജിയറും ഇലക്ഷൻ കമ്മീഷൻ നടത്താതെ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടും എന്ന് പറയുന്ന രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി നമ്മുടെ വോട്ടർ പട്ടികയിലേക്ക് മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടവകാശമുള്ള ആളുകളെ BJPയുടെ ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായി ആയിരക്കണക്കായ വോട്ടർമാരെ തൃശൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അഡ്രസ്സുകളിൽ വ്യാജമായി ചേർത്തുകൊണ്ട് അവരവിടുത്തെ വോട്ടർമാരാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഈ വോട്ടർമാരാക്കി മാറ്റിയ ആളുകളെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ പുറത്തുവിട്ടെങ്കിലും ഈ പറയുന്ന രേഖകളൊക്കെ അവർക്ക് ഉണ്ടായതുകൊണ്ട് അവർ വോട്ടർമാരാണെന്നും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ അന്ന് പക്ഷെ അന്ന് പുറത്തുവിടുന്ന സമയത്ത് അന്ന് നമുക്കിത് ഈ ഇത്ര വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, അതായത് ഈ 1 ലക്ഷത്തിലേറെ ആൾക്കാർ വന്ന് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള അതിന്റെ ഒരു ജൈജാന്റിക് സ്വഭാവം നമുക്കന്ന് മനസ്സിലായിരുന്നോ? അതെ, 1,42,000 ചില്ലാന വോട്ടുകളാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ 2023 മുതൽ 2024 വരെയുള്ള ഒരു വർഷക്കാലത്തിനകത്ത് ചേർക്കപ്പെട്ടിട്ടുള്ളതെന്ന് അന്ന് തന്നെ അറിയായിരുന്നു, ലാസ്റ്റ് അറിയുമ്പോൾ. പക്ഷെ അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ 22/1/2024 4/4/2024 ഇടയിലാണ് അതിനകത്തുള്ള 70,000 വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഇലക്ഷന്റെ അന്തിമ ഘട്ടത്തിലാണ്. ഇത്രയും വലിയൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഉള്ള ഒരു സമയമുണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തടസ്സമായിട്ട് പറയുന്നത്. ആ സമയത്ത് എന്തുകൊണ്ട് മറ്റുള്ളവര് അത് സ്ക്രൂട്ടണി ചെയ്തിട്ടില്ല എന്നുള്ളത്? അല്ല, ആ സമയത്ത് ഈ വോട്ടുകൾ വന്നിട്ടില്ല. ഈ പറയുന്ന അന്യ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ BJP ചേർത്തിരിക്കുന്ന ആ സമയത്തല്ല. അതായത് 22/1/2024 ഇറങ്ങിയിരിക്കുന്ന വോട്ടർ പട്ടികയിലല്ല ഈ പറയുന്ന വോട്ടർമാർ. ഇപ്പൊ BJPയുടെ പാർട്ടി ഓഫീസിൽ 10 വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. ആ 10 വോട്ടർമാരെ 8 വോട്ടർമാരെയും ചേർത്തിരിക്കുന്നത് ഈ 22/1/2024 4/4/2024 ഇടയിലാണ്. അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ, കാരണം ഞങ്ങളുടെ കയ്യിലല്ലോ അപേക്ഷ വരുന്നത്. അപേക്ഷ കിട്ടുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ള കണ്ണടച്ച സമീപനം, അതായത് ഞങ്ങളുടെ പരാതി ഉണ്ടായിട്ടും ഈ അന്തിമ വോട്ടർ പട്ടിക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മൾ ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ടോ? അപ്പോഴാണ് ഞങ്ങൾ ഇത് റിയലൈസ് ചെയ്ത സ്ഥലമെല്ലാം ഞങ്ങൾ പരാതി കൊടുക്കും. അതായത് ബൾക്കായിട്ട് വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ വ്യാപകമായിട്ട് പോലും പരാതി കൊടുക്കും. ആ പരാതിയിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ എടുത്തൊരു നിലപാട് എന്തായിരുന്നു വെച്ചാൽ, അത് അവരെല്ലാം വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന അവരെ ഓർഡിനറി റെസിഡൻസ് എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് നൽകിയ പരാതികളെല്ലാം തന്നിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇതിനകത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യത്തില് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിലേക്ക് നമ്മൾ പോകാൻ നമുക്ക് കഴിയില്ല. കാരണം പ്രായോഗികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അവിടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചില ബൂത്തുകളിൽ ഇവരെ വോട്ട് ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പോലും എടുത്ത ബൂത്തുകളുണ്ട്. അന്ന് ഞങ്ങൾ പരാതി കൊടുത്ത
ഈ ഇന്ന വോട്ടർമാർ എന്നപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ള ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റില് 72 വോട്ടുകൾ ഇങ്ങനെ അനധികൃതമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. അപ്പൊ അതിനുശേഷം വോട്ടെടുപ്പിന്റെ അന്ന് ഞങ്ങൾ അവരെ വോട്ടെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്തു. അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാത്തടത്തോളം കാലം അവരുടെ അഡ്രസ്സിനെ പറ്റി ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ തടയാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ തടഞ്ഞാൽ അത് നിയമവിരുദ്ധമായിരിക്കും. ഒരു കാരണവശാലും ഒരു തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നത് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരും അങ്ങനെ ചെയ്യാൻ പോവില്ല. അപ്പൊ അന്ന് ഞങ്ങൾ പരാതിപ്പെട്ടതിൽ ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിട്ടുള്ള ഒരാളുടെ വോട്ട് അതിനകത്തുണ്ടായിരുന്നു. മനസ്സിലായിരുന്നു, തിരുവനന്തപുരംകാരനായിട്ടുള്ള ആളുടെ വോട്ട് അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ ഞങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു? ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത് എലക്ഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഗ്രൗണ്ടുകളിൽ നിങ്ങൾക്ക് ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ കഴിയുമെന്ന നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് വരുന്ന വിഷയങ്ങൾ മാത്രമേ നമുക്ക് അവിടെ ഉന്നയിക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് വരുന്ന വിഷയമല്ല, വോട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉന്നയിക്കുന്നത്. മറ്റു വിഷയങ്ങൾ, അത് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന, ഇപ്പോ BJP പിന്നെ പണം കൊടുത്ത് വോട്ട് മേടിച്ച കാര്യങ്ങളും, BJP എങ്ങനെ മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, BJP എങ്ങനെ ആളുകൾക്ക് പ്രലോഭനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന് ചില സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എവിഡൻസ് എല്ലാം വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം ഒരു പെറ്റീഷൻ ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കണമെങ്കിൽ തന്നെ അത് പ്രഥമ ദൃഷ്ട്യാ അത് വസ്തുതാപരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. എന്ന് മാത്രം ഞങ്ങൾ ഇന്ന പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന കാര്യം ഈ ജയിച്ച സ്ഥാനാർത്ഥിയുടെ നോട്ടീസ് കൊടുക്കും. എന്നിട്ട് സ്ഥാനാർത്ഥിയുടെ പിന്നെ ജയിച്ച ആളുടെ വക്കീൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇതിനെ ലംഘിച്ചുകൊണ്ടുള്ള തെളിവുകൾ അവിടെ നൽകും. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ഫയൽ സ്വീകരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കേസ് ഇപ്പൊ ഫയൽ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോ ഞങ്ങൾ ഇപ്പൊ ഇലക്ഷൻ കേസ് ഞങ്ങൾ കൊടുത്ത ഇലക്ഷൻ കേസ് അവിടെ ലൈവാണ്. ഇലക്ഷൻ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായിട്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇലക്ഷൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ പിന്നെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് അതൊരു ലെവൽ പ്ലേ ആണ്. എല്ലാവർക്കും ഒരുപോലെ അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. അവർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ നടപ്പിലാക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും സംശയകരമായിട്ട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, 70,000 വോട്ടിന് വിജയിച്ചിരിക്കുന്ന സുരേഷ് ഗോപിക്ക് 70,000-ലധികം വോട്ടുകൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ 70,000 വോട്ടിന് ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ എത്ര വോട്ടുകൾ ഫ്രോഡായി ചെയ്തു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട നിയമപരമായ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിനാണ് മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ബീഹാർ ഇലക്ഷൻ എടുക്കുന്ന സമീപനമല്ല ഇവിടുത്തെ ഇലക്ഷൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ നടന്നിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് BJPയുടെ പ്രവർത്തനം, ഇപ്പോ BJPയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഈ BJPയുടെ ഒരു കൗൺസിലറുടെ വീട്ടിൽ താമസിച്ചിട്ടാണ് അയാളെ വോട്ട് നേടിയിരിക്കുന്നത്. അയാളുടെ ഒറിജിനൽ അയാൾ മലപ്പുറംകാരനാണ്. അയാൾ പറഞ്ഞ ഇലക്ഷന് വേണ്ടി ഇവിടെ വന്നപ്പോൾ വോട്ട് ചേർത്തു എന്നാണ്. അത് തെറ്റാണല്ലോ. ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കാൻ ആർക്കും വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ സ്ഥാനാർത്ഥി വരുമ്പോ 10,000-കണക്കിന് വോട്ടർമാരെയും മറ്റു സ്ഥലങ്ങളിൽ കൂട്ടി ഇവിടെ വന്ന് വോട്ട് ചേർത്തി വോട്ട് ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണെന്നുള്ള രീതിയിലാണ് എല്ലാ BJP. അതായത് അതൊരു തെരഞ്ഞെടുപ്പിന്റെ നിയമലംഘനം ഒരു സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് ഇപ്പോ BJP നേതാക്കന്മാർ പറയുന്നത് എന്താണ്? രണ്ട് കാര്യമാണ് പറയുന്നത്. തോറ്റതിന് ശേഷം നിങ്ങളിങ്ങനെ പറയുന്നതൊക്കെ തന്നെ മണ്ടത്തരാണ്. നിങ്ങളുടെ തോറ്റതിലുള്ള വിഷമം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ നിലതെറ്റുകൊണ്ടാണെന്നുള്ള ഒരു വ്യക്തിപരമായ ആക്ഷേപമാണ് ഒരു കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഇപ്പൊ ധിക്കാരപരമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇനിയും ചേർക്കും, ഞങ്ങൾക്ക് ഇനി ചേർക്കാൻ ഞാൻ കഴിഞ്ഞ ഞങ്ങളെ ചേർക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അവിടെ പിന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തൂങ്ങി ചത്തുകൂടെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെയും അതിന്റെ സംവിധാനത്തെയും അവർ അത്രമാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അവർക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന അവരുടെ പൊളിറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടൊരു ഓർഗനൈസേഷൻ ആയിട്ട് മാറി എന്ന അവരുടെ അമിത വിശ്വാസത്തിൽ നിന്നുണ്ടാവുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് BJP ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ. സത്യത്തിൽ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളെ അല്ല ഇലക്ഷൻ കമ്മീഷൻ തടയേണ്ടത്. BJP നേതാക്കന്മാർ നടത്തുന്ന നിരുത്തരവാദിത്തപരമായ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെയാണ് ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളിപ്പോ UDF ആണെങ്കിലും LDF ആണെങ്കിലും കേരളത്തിലെ കാര്യമാണ് പറയുന്നത്.
നമുക്ക് ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇത്ര അതെ അതെ വ്യാപകമായിട്ട് വോട്ട് ചേർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ നിയമപരമായ വഴിയിൽ നീങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു, ക്രിമിനൽ കേസ് കൊടുത്തു, ഇതെല്ലാം സംഭവിച്ചു. പക്ഷെ അതിനുശേഷമുള്ള ഒരു 1.5 വർഷം എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റമായി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇതൊരു വലിയ സ്കാം ആണല്ലോ, സ്കാം മാത്രമല്ല ഒരു ജനാധിപത്യ വിഷയമാണ്, രാഷ്ട്രീയ വിഷയമാണ്. അത് രാഹുൽ ഗാന്ധി ഈ ഒരു പത്രസമ്മേളനം നടത്തി ഈ ഒരു ഫാക്ട് ചെക്ക് നടത്തുന്നത് വരെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്തത്? അതൊരു രാഷ്ട്രീയമായി ജനങ്ങൾക്ക് മുന്നിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ലേ? അല്ല, അത് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാല് ചില കാര്യങ്ങളിൽ നമുക്ക് ഉള്ളൊരു പ്രശ്നം, പരിമിതി എന്താന്ന് വെച്ചാൽ പരാജയപ്പെടുന്നവർക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇതില് പിന്നെ BJP ഇവിടെ എടുത്തിരിക്കുന്ന നേടിയ രാഷ്ട്രീയ വിജയത്തിന്റെ മുകളില് അനാവശ്യം നേരത്തെ ഒരുപാട് പൂരം കലക്കിയ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഇവിടെ അതുപോലെ അതെ. തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അന്ന് പണം കൊടുക്കുന്നു, അതുപോലെ തന്നെ ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ തന്നെ വൻതോതിൽ പണം ഇറക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ വന്നു. അപ്പൊ അവിടെ അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും അത് ശരിയാണല്ലോ, അത് പിന്നെ അങ്ങനെ പണം കൊടുക്കുക അല്ല, പിന്നെ ആളുകളെ സഹായിക്കലല്ലേ എന്ന നിലയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതി എതിർപക്ഷത്തിനുണ്ടാവുന്ന ഘടകങ്ങളായിട്ടാണ് അത് മാറിയത് പലപ്പോഴും. അത് കഴിഞ്ഞിട്ട് പൂരം കലക്കുന്ന വിഷയം ഉണ്ടായപ്പോഴും BJPയും മറ്റു പല കക്ഷികളും എടുത്ത നിലപാട് എന്തായിരുന്നു? അത് തോറ്റതിന് ശേഷം അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണെന്നുള്ള, പ്രത്യേകിച്ച് നമ്മൾ വലിയ തോതിൽ വോട്ടിന് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പല ആരോപണങ്ങളെയും രാഷ്ട്രീയമായ നമ്മുടെ ഒരു പരാജയം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില പിന്നെ ആരോപണങ്ങളായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പോലും ഇത്തരം ഒരു ആരോപണം ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫോം 6ന്റെ ദുരുപയോഗം സംബന്ധിച്ച് അന്ന് തന്നെ പരാതി ഉണ്ടായിരുന്നു, ധാരാളം പരാതികൾ വന്നിരുന്നു, ഞങ്ങൾ കൊടുത്ത പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടത് ഒരു 75,000 വോട്ടിനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഉന്നയിക്കുന്ന കുറെ വോട്ടുകൾ BJP ചേർത്തിരിക്കുന്നു, അതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ പരാജയപ്പെട്ടത്, എന്തിനാണ് അത് ഉന്നയിക്കുന്നത് എന്നുള്ളൊരു പൊതുവായ ഒരു ചർച്ചയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുക. പക്ഷെ പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായ രീതിയിൽ ഇതിന്റെ ഒരു 6 മാസത്തെ അദ്ദേഹത്തിന്റെ ഒരു ഹോംവർക്കും ഹാർഡ് വർക്കിന്റെ ഭാഗമായി ഇത് കൊണ്ടുവന്നപ്പോ സത്യത്തിൽ നമ്മുടെ മണ്ഡലത്തിലും ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തതയോടുകൂടി പറയാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി എന്നുള്ള സത്യം. അങ്ങനെ വന്നപ്പോ നമുക്കൊരു അവസരം വരുമ്പോഴാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ പറയുക. അതേ സമയത്ത് നമ്മൾ കേസ് കൊടുക്കേണ്ട, ഇപ്പോ ഇലക്ഷൻ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഇലക്ഷൻ കറപ്ഷനുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ടിൽ വരുന്ന കാര്യമില്ല ഈ പറഞ്ഞ ഫോം 6ന്റെ ദുരുപയോഗം എന്നൊക്കെ പറയുന്ന ആ ഒരു ആക്ടിന്റെ ഫ്രെയിംവർക്കിൽ വരുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ടാണ് അന്നത് ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കാതിരുന്നത്. പക്ഷെ ഇത് കോടതിയിലേക്കാൾ ഉപരിയായിട്ട് ജനകീയ കോടതിക്ക് മുമ്പാകെ ഇത് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുടെയും കൂടി കാര്യം ഉയർന്നു വന്നത് ഈ ഘട്ടത്തിലായതുകൊണ്ട്, അത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം എന്താ അന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് അടിവരയിട്ടത് സത്യമാണെന്നും ഈ ഒരു ഇലക്ടർ റോള് തന്നെ ഒരു ഫ്രോഡായിരുന്നു എന്നുള്ള നിലയിലുള്ള ഒരു ആർഗ്യുമെന്റ് അതിശക്തമായി തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കാൻ ഇതൊരു പ്രചോദനമായി എന്നത് സത്യമാണ്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഇത് നല്ല നിലയിൽ ഉയർത്തി എന്നുള്ളതാണ് ശരി. പിന്നെ അത് നീണ്ടുപോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരി അത് വസ്തുതയാണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വസ്തുതയാണ്. പക്ഷെ നീണ്ടുപോയിട്ടുണ്ടെന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും കൂടിയിട്ടാ. ഒരു രാഷ്ട്രീയ ജാഗ്രതയുടെ കുറവ് ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നു. ഓഫ് കോഴ്സ് കോൺഗ്രസിന്റെ അകത്ത്, കാരണം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണം കോൺഗ്രസിന്റെ വോട്ട് മാറി ചെയ്തിട്ടുണ്ട്, BJPക്ക് പോയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ആദ്യം ഉന്നയിച്ചത്. പിന്നീട് പൂരം കലക്കൽ വിഷയം വരുന്നു, അതിന്റെ കാരണമാണ് തോറ്റുപോയതെന്നുള്ള സംഗതി വരുന്നു. പക്ഷെ അതിലും ഒരു കൃത്യമായ പോലീസ് അന്വേഷണം നടത്താനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതിനേക്കാൾ ഉപരി ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു 10-20 വർഷത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP ഗ്രൗണ്ടിൽ നഗര കേന്ദ്രീകൃതമായിട്ടും അല്ലാതെ ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾക്കോ കോൺഗ്രസുകാർക്കോ മനസ്സിലാവാതെ പോയതെന്നുള്ളതാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഈ തവണത്തേതിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയം തൊട്ട് ഓരോ വാർഡിലും ഓരോ വീട്ടിലും കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാവാതെ പോയത് ഈ ജനകീയമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയ ജാഗ്രത ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ട്? അല്ല, മനീലയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ BJPയുടെ വർക്ക് എല്ലാ വാർഡുകളിലും വീടുകളിലും കയറി നടത്തിയെന്നൊന്നും പറയുന്നൊന്നും പൂർണ്ണമായി ശരിയല്ല. അത് അവര് അസാധാരണമായി ഇപ്പൊ 70,000 വോട്ട് കിട്ടത്തക്ക വിധത്തിലുള്ള
അസാധാരണമായ ഒരു പ്രവർത്തനവും BJP ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശക്തമായി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന പോലെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് നിങ്ങള് സംഭവിച്ചത് നമ്മളിപ്പോഴും ഈ മാനിപ്പുലേഷന്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും നമ്മുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് നമ്മള് ഇപ്പോ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് നമുക്കുണ്ടായ ധാരണ എന്തായിരുന്നു, കിങ് ഡു നോ റോങ് എന്ന് പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംബന്ധിച്ച് അതായത് അതിപ്പോ 2-3 വർഷത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ അനുഭവമാണ്. അപ്പൊ അനുഭവ പാഠങ്ങളാണ് 15 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അല്ല, അതിനേക്കാൾ ഉപരി പ്രത്യക്ഷമായി ഞാൻ ഒരു കാര്യം പ്രത്യക്ഷമായി ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റിൽ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ്. നമ്മുടെ പോലുള്ള സ്റ്റേറ്റുകളിൽ പോലും അവര് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്താൻ അവർക്ക് ഇപ്പോ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോ ചില IAS ഓഫീസർമാരെ പോലും അവരെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോ ഈ അടുത്ത കാലത്താണ് അതിന്റെ ഗ്രാവിറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ഈ അടുത്ത കാലത്താണ് അവർ ഏറ്റവും ശക്തമായ രീതിയിൽ അത് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇത് തിരിച്ചറിയാത്ത പ്രശ്നമല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തിന്റെ ഇത്രയും തീവ്രമായ രീതിയിലുള്ള നിഷ്പക്ഷതയില്ലായ്മ എന്ന് പറയുന്നത് നമ്മളൊരു ലെവലിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പൊ കടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനില പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പെന്ന് വെച്ചാൽ, നമ്മളത് മുൻകാലങ്ങളെ പോലെ കാണേണ്ട കാര്യങ്ങളല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പഴയ മാനദണ്ഡങ്ങളും പഴയ രീതികളും വെച്ചുകൊണ്ടല്ല ഇലക്ഷനെ കാണേണ്ടത് എന്നുള്ളത്. കാരണം നമ്മൾ കാണുന്ന റുട്ടീൻ ആയിട്ടുള്ള ചില രീതികളുണ്ട്. ഇലക്ഷൻ വോട്ട് ചേർക്കുക, നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, BJPയുടെ വോട്ടുകൾ ചേർക്കുന്നു, നമ്മൾ നമ്മുടെ വോട്ടുകൾ ചേർക്കുന്നു, നമ്മുടെ വോട്ടുകൾ അവർ ക്യാൻവാസ് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ അവരുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് വളരെ ഓർഗാനിക്കായി നടക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അതിന് പകരം അവര് വളരെ ബോധപൂർവം നമ്മളിപ്പോ സാധാരണ ഇപ്പോ CPM-ന്റെ BJPയുടെ കുറച്ച് വോട്ടർമാരായിട്ടുള്ള ആൾക്കാര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേർക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ 10,000-കണക്കിന് ആളുകളെ ഓർഗനൈസ് ചെയ്ത് ഈ ഇലക്ഷൻ കമ്മീഷന്റെയും മറ്റു സഹായത്തോടു കൂടി അവർ വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു ശീലം അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മുടെ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അപ്പോഴും പ്രതീക്ഷിക്കുന്ന എന്താണ്, നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അതൊക്കെ നടക്കാൻ അത് സാധാരണക്കാർ പോലും വിശ്വസിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോ ഈ തൃശ്ശൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. അതായത് ഇപ്പൊ കേരളത്തിലെ തന്നെ ഇലക്ഷനകത്ത് മറ്റു മണ്ഡലങ്ങൾ, ജില്ലകൾ, സംസ്ഥാനങ്ങളിൽ പണം കൊടുത്ത് വോട്ട് മേടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തുലോം വളരെ വളരെ കുറച്ചായിട്ടുള്ള കാര്യമാണ്. വളരെ കുറച്ചാണ്. അതിന് വോട്ട് പൈസ കൊടുത്താലൊന്നും ആളുകൾ വോട്ട് കൊടുക്കാൻ തയ്യാറാവില്ല, പൈസ ആളുകൾ വാങ്ങുകയില്ല. അതിന് കൊടുക്കുന്നത് തന്നെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് അപമാനകരമായ കാര്യമായിട്ട് കാണുന്ന രീതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ 100 കണക്കിന് കോടി രൂപയുടെ ഇടപെടൽ കൊണ്ട് നടത്തി. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മത ജാതി സംഘടനകളെ നിങ്ങൾ വെറുതെ യോഗം കൂടി തീരുമാനിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അതിന്റെ പിന്നിലെല്ലാം ഒരു സാമ്പത്തികമായ ഘടകങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ 1000-ഓ 2000-ഓ ലക്ഷങ്ങളുടെയും മാത്രം കാര്യങ്ങളാണെന്നും കൂടി നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറത്തുള്ള പണത്തിന്റെ മാനിപ്പുലേഷൻ അതിവിടെ വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇലക്ഷൻ കൊടുത്തിരിക്കുന്ന കേസ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യം. ഇപ്പോ പല രീതിയിൽ ഇപ്പോ പണം കൊടുക്കുന്നതിനൊക്കെ ഉണ്ടാക്കിയിരുന്ന ചില മോഡസ് ഓപ്പറാണ്ടിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് നമുക്ക് പിന്നീട് കിട്ടിയത്. അതായത് നമ്മൾ വിചാരിക്കാത്ത മേഖലകളിലേക്ക് എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണലിസം പോലെയുള്ള പരിപാടികൾ നമുക്ക് ശീലമില്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിന്റെ ഒരു ഇലക്ഷൻ കൾച്ചറിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ BJP തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനകത്തുള്ള നിരവധി കാര്യങ്ങൾ, പാഠങ്ങൾ ഇനിയും നമ്മൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഇനിയും പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. പക്ഷെ വേറൊരു കാര്യമില്ലേ, നമ്മളിപ്പോ നമുക്ക് ഈ വിവരങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ നടക്കുന്ന ഫ്രോഡുലൻസ് പലതും ക്രിമിനൽ ഒഫൻസ് ആണ്. പണം ഉപയോഗിച്ച് സ്വാധീനിക്കുന്നു, പോലീസിന് ഇതാക്കും. ഇവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് LDF അല്ലേ, CPM അല്ലേ ഭരിക്കുന്നത്. പോലീസ് കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാന ഭരണമുള്ളത് LDF-ന്റെ കയ്യിലല്ലേ. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പല്ലേ. എന്തുകൊണ്ടാണ് ഇതിന്റെ മേലൊരു കൺട്രോൾ ഇല്ലാത്തത്? നമ്മൾ ചോദിച്ചപ്പോ കർണാടകയിലെ കോപ്പറേറ്റീവ് മന്ത്രി ചോദിച്ച പോലെ ചോദ്യമാണത്.
നിങ്ങൾ നമ്മളായിരുന്നില്ല ഇവിടെ ഭരിക്കുന്നത്, അപ്പൊ നിങ്ങൾ എന്തും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് അർത്ഥമൊന്നുമില്ല. കാരണം ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റി നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇലക്ഷൻ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിൽ വരുന്ന കറപ്ഷൻ, ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയം. അതായത് ഇപ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ 3 തവണ വന്നിരിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ 3 തവണ പല ഘട്ടങ്ങളിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. ഇത് മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളാണ്? അതിനകത്ത് പോലീസിന് എന്താണ് ചെയ്യാൻ കഴിയുക? അത് പോലീസിന്റെ ഒരു പിന്നെ റഡാറിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. പരാജയമല്ലേ യഥാർത്ഥത്തിൽ? പോലീസിന്റെ റഡാറിൽ പെടാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് എന്തിന്റെ സമ്മതിക്കലാണ് യഥാർത്ഥത്തിൽ? അത് സമ്മതിക്കൽ എന്ന് പറയും വസ്തുതയാണ് ഞാൻ പറയുന്നത്. അതായത് അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വേണ്ടേ? അങ്ങനെ കൂടെ വേണ്ടേ? പരാജയമാണ് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് പറയുന്നതിന്റെ എന്താണ് അതിന്റെ ലക്ഷ്യം? എന്താണ് ആ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് പറയുന്നത് പോലീസാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന് പരാജയമാണെന്ന് പറയുന്നവരെ തെറ്റാണ്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന് പരാജയമാണെന്ന് നമ്മൾ പറയാ. അതിനടുത്ത ഘട്ടത്തിൽ പറയാം ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന മന്ത്രിയുടെ പരാജയം എന്ന് പറയുക. അതിന്റെ പിറകെ നമ്മൾ അതല്ല CPM-ന്റെ പരാജയം എന്ന് പറയാ, പിന്നെ LDF-ന്റെ പരാജയം എന്ന് പറയാ. അപ്പൊ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ രക്ഷപ്പെടുത്തുക. ആ പറയുന്ന പരിപാടി ശരിയല്ല. അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ഇപ്പോ നമ്മൾ നമ്മൾ അതാണല്ലോ അതിന്റെ ഒരു വഴി. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഞാൻ അത് സംഭവിക്കുന്നത്. അപ്പൊ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാരാണ്? പിണറായി വിജയനാണ് കുഴപ്പം. ആ പിണറായി വിജയന്റെ പരാജയമല്ലേ? ആ പിണറായി വിജയനെ ഭരിക്കുന്ന പാർട്ടി ഏതാണ്? CPM-ന്റെ പരാജയമാണ്. പിന്നെ അത് എവിടേക്കാ പോകുന്നത്? ഇവിടെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ വിജയത്തിന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികളെ അതിന് വേറൊരു രൂപത്തിൽ CPM-ന്റെ മേലെ കൂടി ചാരി അവരെയും കൂടി സപ്പോർട്ടേഷൻ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഇഷ്യൂ ആക്കി മാറ്റുക എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായിട്ട് രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയം ഉണ്ടല്ലോ, അത് ആദ്യം പുറത്തു വന്ന സമയത്ത് ഇവിടെയുള്ള കേരളത്തിലുള്ള ഇടതുപക്ഷ ഹാൻഡിലുകൾ ചോദിച്ച ചോദ്യം ആ സംസ്ഥാനങ്ങളില് കോൺഗ്രസ് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്, അല്ലേ? അവിടുത്തെ സർക്കാർ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിലോ വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഇടതുപക്ഷ ഹാൻഡിൽ പറയുന്നത്. ഇവിടെ ഔപചാരികമായി തൃശ്ശൂരിൽ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ തൃശ്ശൂരിൽ ഇത് പ്രതികരണം നടത്തിയ ഞാൻ നടത്തിയ വ്യക്തിപരമായിട്ടല്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും LDF-ന്റെ കൺവീനറും CPI ജില്ലാ സെക്രട്ടറി ആലോചിച്ചിട്ടാണ് ഇവിടെ ആദ്യം പ്രതികരിച്ചത്. അതാണ് ഒഫീഷ്യൽ പ്രതികരണം. അതിനുശേഷം നടന്നിട്ടുള്ള ഓരോ മൂവ്മെന്റ്, ഇപ്പൊ ഇന്നലെ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോകുമ്പോൾ ഞാൻ CM-ആയിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടും അദ്ദേഹത്തിന്റെ സമ്മതത്തോടും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ പോയി കാണുന്നത്. ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പൊ ഏതെങ്കിലും ഇടതുപക്ഷ ഹാൻഡിൽ ആളുകൾ എഴുതി വെക്കുന്ന കാര്യമാണ് ഇടതുപക്ഷത്തിന്റെ ഔപചാരികമായ നിലപാടെന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോ ചില പിന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ CPM-ന്റെ ആളുകളും കള്ളോട്ട് ഇരട്ടോട്ട് ചെയ്തിരിക്കുന്നു. അവിടെ അപ്പുറത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ഇരട്ടയോട്ടുണ്ടെന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു സിസ്റ്റം സ്വയം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും അതിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമല്ലേ? അപ്പൊ ഇത് രണ്ടും ഒന്നാക്കി മാറ്റുന്ന രീതി എന്ന് പറയുന്ന ഞാൻ പറയുന്നത് ഞാനിതിന്റെ രാഷ്ട്രീയ വശത്തെ കൂടി പറയുന്നത്. നമ്മൾ ഒരു കാര്യം പറയാം, ഇതിന് വളരെ പ്ലെയിൻ ആയിട്ടൊരു കാര്യം പറയാം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കുറച്ചും കൂടെ ഇക്കാര്യത്തിൽ ഇതിന്റെ പ്രായോഗികമായ രാഷ്ട്രീയത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പരമ്പരാഗതമായ രീതിയിൽ നിന്നും കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതില്ലേ എന്നൊരു പോസിറ്റീവായ ചോദ്യമാണ്. കറക്റ്റാണ്. പക്ഷെ അത് നേരെ പോയിട്ട് എവിടേക്കാണ് പോകുന്നത്? അത് നേരെ പോയിട്ട് എവിടെ പോകുന്നു? അത് വളരെ ബോധപൂർവമായിട്ട് ആ ജാഗ്രത കുറവ് ഉണ്ടാവുന്നതിന് പിന്നിലുള്ള ചില രാഷ്ട്രീയമായി പൊതുവായി അജണ്ടയുമായി കണക്ട് ചെയ്യുന്നത്. പോലീസിലും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തി. അല്ല, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, പോലീസ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് കേവലം ഒരു പോലീസിനകത്ത് ഒരുപാട് പിന്നെ വ്യക്തികളുണ്ട്, അതിൽ താല്പര്യങ്ങൾ ഉണ്ടാവാം. അവരൊക്കെ ചില ഘട്ടങ്ങളൊക്കെ പല ചെയ്തിട്ട് മുമ്പും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എന്ന് കരുതി ആ വകുപ്പ് തന്നെ ആകെ അവതാളത്തിലാണെന്ന് പറയലല്ല അത് ചെയ്യേണ്ടത്. അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്ന ആളാണ്. അയാൾ നേരെ പോയത് എവിടേക്കാ? ഇത് കഴിഞ്ഞ് നേരെ അദ്ദേഹം പോയത് BJP-യുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടാണ്. ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ്. അങ്ങനെ അറിഞ്ഞിട്ട് അദ്ദേഹത്തോട് അപ്പൊ നമ്മളൊന്നും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ മാനിപ്പുലേഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അങ്ങനെ ചെയ്തതാണെന്ന് പറയാൻ പറ്റും.
പക്ഷെ നമുക്ക് സംശയം തോന്നാണ് ഇതിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ കാണാത്ത മുന്നമാരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആരാണ് മുന്ന എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും ഉദ്യോഗസ്ഥന്മാർക്കിടയിലൊക്കെ ഉണ്ടാകാം. സത്യത്തിൽ അത് ഈ ആർഗ്യുമെന്റ് ടോട്ടലി സാധാരണ വകുപ്പിനെതിരായിട്ടുള്ള ജനങ്ങൾ കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണ ജനങ്ങളുടെ ആർഗ്യുമെന്റ് ആണിത്. പക്ഷെ രാഷ്ട്രീയ നേതാക്കളോ ഒരു അല്ല, സംസ്ഥാനം ഈ ഭരിക്കുന്ന സാധാരണ ജനങ്ങളുടെ സർക്കാരോ പറയേണ്ട ആർഗ്യുമെന്റ് ന്യായീകരണങ്ങളല്ല ഇത്. സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണ മാറ്റലാണല്ലോ മീഡിയകളുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിന് അതെ, യഥാർത്ഥ വസ്തുത ഇതാണെന്ന് പറയലാണല്ലോ. അല്ലാതെ സാധാരണ ജനങ്ങൾക്കുണ്ടായ ഒരു തെറ്റായ ധാരണയെ അടിയുറച്ച് അതിനെ അരക്കെട്ടുറപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. അതല്ല ഞാൻ സാധാരണ ഇത്തരം ജനങ്ങൾ സംശയങ്ങളെ പറയുന്നതാണ്. കാരണം എന്താ വെച്ചാല് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയലോ, ഇപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എളുപ്പം നമുക്ക് ഭൂമി പരന്നാണെന്ന് പറയാനാണ്. കാരണം ഭൂമി ഉരുണ്ടാണെന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭൂരിപക്ഷം ആൾക്കാരും ഭൂമി പരന്നാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ അഭിപ്രായം ഭൂമി പരന്നാണെന്നാണല്ലോ പറയുന്നത് എന്ന് അല്ല, പറഞ്ഞുകൊണ്ട് ഭൂമി ഞാൻ പറഞ്ഞ ഉരുണ്ടതാണ്. വിഷയമേ അതല്ല. അപ്പൊ ഞാൻ അതായത് പറയുന്നത് സാധാരണക്കാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറയുന്നു എന്ന് കരുതി അത് പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ആണ് അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് പോകുന്ന രീതിയെ അല്ലല്ല, ഞാൻ പറ്റിയാണ് ഞാൻ പറഞ്ഞ സംസാരിച്ചത്. വിഷയമേ അതല്ല. ഈ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ പറയുന്ന ആർഗ്യുമെന്റ് ആണ്. ഒരു നേതാവോ സർക്കാരോ പറയേണ്ട ആർഗ്യുമെന്റ് അല്ല എന്നാ ഞാൻ പറഞ്ഞത്. അല്ല, എന്ത് നടക്കുന്ന അറിയില്ല എന്ന് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ആ, നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ നടക്കുക. അതായത് ഇതിന്റെ ഇപ്പോ ഒരു കേന്ദ്ര ഗവൺമെന്റ്, അതായത് ഒരു വലിയൊരു സിസ്റ്റം, അതായത് കേന്ദ്ര ഭരണകൂടത്തിന്റെ സംവിധാനം നമ്മുടെ ഒരു ഭരണഘടന സംരക്ഷിക്കുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഭരണഘടന സംരക്ഷിക്കുന്നവരല്ല അവർ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കുന്നവരാണ്. അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാസിസം എന്ന് പറയുന്ന കാര്യം. ആ ഫാസിസത്തിന്റെ ഇടപെടലുകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഭീകരമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യത്തിലെ ഇലക്ട്രൽ പോളിംഗിൽ പോലും ഇടപെട്ടിരിക്കുന്നത്. അത് പിന്നെ ഇതിൽ മാത്രമല്ല, അവരതിനെ തുടർന്ന് ആ ഇലക്ട്രൽ പ്രൊസീജിയറിൽ അവിടെ ഇടപെടുന്നത് എങ്ങനെയാണ്? ഒരു പാർട്ടി എന്ന സിസ്റ്റം മാത്രമല്ല അവർ ഉപയോഗിക്കുന്നത്. അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ആസൂത്രണം അവർ നടത്തുകയാണ്. അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെക്കാൾ കൂടുതലായി കണ്ടെത്താത്ത കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധിക്ക് പോലും ഈ 6 മാസത്തിനും 1.5 കൊല്ലം കഴിയുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു വിഷയം പുറത്തു കൊണ്ടുവരേണ്ടി വന്നിരിക്കുന്നത്. എന്താ കാരണം? നമുക്കറിയാൻ പറ്റാത്ത രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ EVM മെഷീനെ പറ്റി നമുക്ക് സംശയങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. EVM മെഷീനെ പറ്റി നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളോട് തെളിവ് ഇപ്പൊ നമ്മൾ EVM മെഷീൻ ഇപ്പൊ സുരേഷ് ഗോപി ഇവിടെ ജയിക്കാൻ കാരണം EVM മെഷീനിലുള്ള മാനിപ്പുലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. മനിൽ എന്നോട് ചോദിക്കും, സുനിൽകുമാറിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഇത് ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ് മനിൽ ചോദിക്കുക. സുനിൽകുമാറിന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? ഒരു തെളിവില്ല. അപ്പൊ ഞാനത് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ EVM മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനിപ്പുലേഷൻ സംബന്ധിച്ചുള്ള അതിനകത്ത് വന്നിരിക്കുന്ന ഇടപെടൽ പുറത്തു വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ 10 കൊല്ലത്തിന് ശേഷം നിങ്ങൾ ചോദിക്കുകയാണ്, അന്ന് നിങ്ങൾ എന്ത് എടുക്കുകയായിരുന്നു ചോദിക്കില്ലേ? കാരണം എന്താണ്? അന്ന് ആ രീതിയിലുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ അപ്പൊ നിങ്ങളുടെ പ്രതിപക്ഷത്തിനൊക്കെ ആ ടെക്നോളജി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഞങ്ങൾ ഇപ്പോ EVM മെഷീനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് ഒരു ജനത്തിന്റെ മുമ്പിൽ പറയണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ കഴിയണം. വോട്ടർ പട്ടികയുടെ കാര്യം അതും തമ്മിലുള്ള കമ്പാരിസൺ നടക്കില്ല. കാരണം വോട്ടർ പട്ടിക പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. തന്നെയാണ്. അതായത് വോട്ടർ പട്ടിക ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെടുത്തിരിക്കുന്ന ടാക്ടിക്സ് നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലാണ്. അതെന്താണ്? അവർ ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം നിയമപരമാണ് എന്ന് അവർ പറയുന്നു. അതാണല്ലോ നിയമം. അവർ പറയുന്ന കണ്ടീഷനാണ്. അതിനകത്ത് നിങ്ങൾ പോസ്റ്റൽ ഒരു പോസ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചേർക്കാന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ പരാതിപ്പെടുമ്പോൾ അവർ പറയാണ്, ഉദ്യോഗസ്ഥ പറയാണ്, ഈ പോസ്റ്റൽ കാർഡ് ഉണ്ടല്ലോ, ഇത് റെഡിയാണ്. ഞാൻ പരാതിപ്പെടുന്നത് കളക്ടർ പറയുന്നത് എന്താണ്? അവരെല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ടാണ് അവിടെ കാണിച്ചത്. അവർ ഓർഡിനറി റെസിഡന്റ് ആണ്, തീർക്കാതിരിക്കാൻ കഴിയില്ല. വോട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പരാതിപ്പെടുന്നു. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ്? ഒരാളുടെ വോട്ടർ പട്ടികയിൽ ചേർന്ന് കഴിഞ്ഞാൽ അയാൾ വോട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്തിട്ട് മനില എന്ന് പറയുന്ന ആൾ വേറെ അഡ്രസ്സിലാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷെ മനില അല്ല വേറെ ആൾ വോട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തടയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിയമമാണത്. അതാണ് നിയമം എന്ന് പറയാണ്. അപ്പൊ ആ വിഷയത്തിൽ ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം അതുകൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന നമ്മുടെ സംശയങ്ങളും അതെല്ലാം ദൃഢീകരിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഒരുമിച്ച് ചേർന്ന് വരുമ്പോ ഇപ്പൊ നാളെ ഒരുപക്ഷെ EVM മാനിപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഉണ്ടായ സംഭവമായിരിക്കും. ചിലപ്പോൾ നാളെ ഒരു വിഷയമായിട്ട് വരികയും തൃശ്ശൂരിൽ നടന്നിരിക്കുന്നു എന്ന് നാളെ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് നിങ്ങൾ ഉന്നയിച്ചിരുന്നോ? അന്ന് ഞങ്ങൾ ഇപ്പോ EVM മെഷീനെ പറ്റി പരാതിപ്പെടാൻ ഇപ്പൊ പറ്റുമോ നമുക്ക്?
EVM മെഷീനെ പറ്റി പരാതിപ്പെടണമെങ്കിൽ ഞാനൊരു വ്യക്തി 12,000 രൂപയും GST അടയ്ക്കണം. ഒരു പരാതിപ്പെടണമെങ്കിൽ ഇപ്പോ അതെ 12,000 രൂപയും GST ഈ അടയ്ക്കണം. വോട്ടർ പട്ടികയിലെ സൂക്ഷ്മത കുറവിന്റെ ഒരു ഉദാഹരണം ഞാൻ വ്യക്തിപരമായിട്ട് പറയാം. എന്റെ 2 മക്കള് ഇപ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ ചേർത്തതാ. ലോക്സഭാ ഇലക്ഷനിൽ അവര് ഇരട്ട കുട്ടികളാണ്, ഒരേ അഡ്രസ്സാണ്, ഒരേ എന്താ പറയാ വയസ്സാണ്, ഒരേ ഡേറ്റ് ഓഫ് ബർത്തും ആണ്. പക്ഷെ ഒരാളുടെ വോട്ട് അന്നത്തെ ദിവസമാണ് നമുക്ക് മനസ്സിലാവുന്നത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽ നിന്ന് മനസ്സിലാവുന്ന സംഗതി എന്താണെന്ന് വെച്ചാല് അത് ഇരട്ട വോട്ട് ആണോ എന്ന് സംശയം തോന്നിയിട്ടായിരിക്കാം ഒരു പക്ഷെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവുക. അതൊരു പൊട്ടൻഷ്യൽ ലെഫ്റ്റ് വോട്ടാണെന്നാണ് ഞാൻ അതായത് BJP വോട്ടല്ല എന്തായാലും. അപ്പൊ അത് അത്രയും ജാഗ്രത ആര് കാണിച്ചിട്ടുണ്ട്? BJP-ക്കാര് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഇതിനകത്ത് സൂക്ഷ്മ പരിശോധന അവര് നടത്തിയിട്ടുണ്ട്. ചോദ്യം അതായത് നമ്മൾ വെട്ടിക്കളയുന്നത് BJP-ക്കാരാണോ വെട്ടിക്കളഞ്ഞ ഉദ്യോഗസ്ഥന്മാരോ വെട്ടിക്കളഞ്ഞ? ഇപ്പൊ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? നിങ്ങൾ 10-ാം തീയതി കാണുമ്പോഴാണോ മനസ്സിലാക്കുന്നത്? അതെ, 10-ാം തീയതി കാണുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ ആ പരിശോധന നടത്തിയിട്ടുണ്ടാവുന്നതാണ്. ഇതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 10-ാം തീയതിയാണ് അറിയുന്നത് ഇത് ഒരു ഈ കരട് വോട്ടർ പട്ടികയിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് ചെയ്യാതിരുന്നത് അവിടുത്തെ പ്രാദേശിക പാർട്ടിക്കാരാണ്. സൂക്ഷ്മ പരിശോധന നടത്തില്ല. കരട് വോട്ടർ പട്ടികയിൽ അങ്ങനെ ഈ പറയുന്ന രീതിയിലൊന്നും കരട് വോട്ടർ പട്ടിക 22/1/2024 കരട് വോട്ടർ പട്ടിക വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടില്ല. 22/1/2024 ശേഷം 4/4/2024 ഇടയിൽ ഉണ്ടാകുന്ന ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് അപേക്ഷ ആര് കൊടുക്കുന്നു എന്നോ ആരാണ് റിജക്ഷൻ അപേക്ഷ കൊടുക്കുന്നതെന്നോ ഒരു പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റില്ല. അതറിയുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഏത് ഉദ്യോഗസ്ഥന്മാർ? ഓരോ സ്ഥലത്തെയും ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാരായിരിക്കുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ചെയ്യേണ്ടത്. അവിടെ ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? ഈ നിയമപ്രകാരം ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം, പുതിയ വോട്ടർമാരായിട്ട് വരുന്ന ആളുകൾ, വെട്ടിക്കളയാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് റൂൾ 9 അനുസരിച്ച് പിന്നെ രജിസ്ട്രേഷൻ ഓഫീസർ അയാളുടെ ഓഫീസിൽ ഒരു നോട്ടീസ് പതിക്കണം. ആ നോട്ടീസ് പതിക്കുമ്പോഴാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ, ഓരോ പാർട്ടിയുടെ ഏജന്റുമാർക്ക് ഇവിടെ ആരുടെ വോട്ടാണ് വെട്ടിക്കളയാൻ പോകുന്നത്, ആരുടെ വോട്ടാണ് ചേർക്കാൻ പോകുന്നത് എന്ന കാര്യം അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ആ നോട്ടീസ് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്ന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ വോട്ട് ചെയ്ത്. അതാണ് ഞങ്ങളിപ്പോ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് ഫ്രോഡ് വിറ്റിയേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ബൈ ഫ്രോഡാണ്, വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഫ്രോഡ് വിറ്റിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പിന്നീട് അത് പിന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ ഫ്രോഡ് വിറ്റിയേറ്റഡ് എവരിത്തിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഫ്രോഡലന്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വോട്ടർ പട്ടികയായി ഇത് മാറുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ചെയ്ത കാര്യമില്ല. കാരണം നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയാണ് ചെയ്തതെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടി മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ സിസ്റ്റത്തിന്റെ പൂർണ്ണ പിന്തുണ, അതിന്റെ ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു കേന്ദ്രീകൃതമായ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വിപുലമായി ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ കേന്ദ്രീകൃതമായിട്ടൊരു ആസൂത്രണം ഇലക്ഷൻ കമ്മീഷനും ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ അങ്ങനെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഇതുപോലെയുള്ള രേഖകളും കൂടി ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ആ രേഖ ഉണ്ടായത് ഈ ഘട്ടത്തിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ശക്തമായിട്ട് ഇത് പറയുന്നത്. അപ്പോ അത് ഇനി EVM മെഷീനെ പറ്റി അത്രയും ഒരു രേഖ ഇനി 10 കൊല്ലം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ VS സുനിൽകുമാർ ഇതുപോലെ പറയും. അന്നുണ്ടായ അനുഭവങ്ങളെ വെച്ച് പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയും. ഇപ്പോ വോട്ടിൽ വന്നിരിക്കുന്ന പാറ്റേണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ പറ്റി ഞങ്ങൾക്ക് സംശയമുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ജാഗ്രത കുറവുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രായോഗികമായി നമ്മുടെ ദൈനംദിനമായി നമ്മൾ ഇതുവരെ പുലർത്തി പോന്നിട്ടുള്ള ഇലക്ഷൻ മെഷീനറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ CPM-നെ കോൺഗ്രസിനേക്കാളും BJP-ക്കാളും ഇപ്പോഴും ഞാൻ പറയാം ഈ കാര്യങ്ങളിൽ ഇപ്പൊ വീട് വീടാതെ കയറി ഇറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും വോട്ട് പരിശോധിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരെക്കാൾ മികച്ച മെഷീനറി ഇപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെയാണ്. അതാണ് ഞാൻ മന്നോട് പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മളെക്കാൾ നന്നായി അവരവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എന്നൊന്നും പറയുന്നത് ശരിയൊന്നുമല്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെയാണ് കയറി ഇറങ്ങിയതും ആളുകൾ വോട്ട് ചോദിച്ചതും. അപ്പൊ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള പരിപാടി അല്ലാതെ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല BJP ഈ വീട് കയറിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത്, അല്ലാത്ത നീണ്ടകാലം മുഴുവൻ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയാതെ പോകുന്നത്. അതായത്
അതിപ്പോ മനില പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് ഒരു വലതുപക്ഷവൽക്കരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വേറെ കുറച്ചുകൂടി വിപുലമായ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. എങ്ങനെയാണ് വലതുപക്ഷവൽക്കരണം നടക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നപ്പോ നാലമ്പലം തൊഴാൻ പോകുന്നത് പറയുന്നത് ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നാലമ്പലം തൊഴാൻ പോവാന്ന് പറയുന്നത് 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും നാലമ്പലം തൊഴാൻ പോകുന്നു. അപ്പൊ നാലമ്പലം തൊഴാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് നാലമ്പലം തൊഴാൻ പോകുന്നത് എതിർക്കാൻ പറ്റും? നാലമ്പലം തൊഴേണ്ടതില്ല എന്ന് പറയാൻ പറ്റും? നാലമ്പലം തൊഴാൻ പോകും ഇപ്പൊ നമ്മൾ ആളുകളെല്ലാം ചെയ്യുന്ന നാലമ്പലം തൊഴാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആഫ്റ്റർ എഫക്ട് എന്താണെന്നുള്ളത് രാഷ്ട്രീയം പഠിക്കുന്ന മനസ്സിലാക്കുമ്പോൾ നിങ്ങളെയും നേരിട്ട് വിമർശിക്കേണ്ടി വരും. കാരണം തൃശ്ശൂർ പൂരം പോലെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളും ആ ആഘോഷങ്ങളുടെ ഹൈന്ദവ ബിംബങ്ങളുടെ ഹൈന്ദവവൽക്കരണത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും തൃശ്ശൂർ പൂരത്തിനെ എതിർത്ത് നിന്നുകൊണ്ടല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഹൈന്ദവവൽക്കരണത്തെ എതിർക്കേണ്ടത്. അവിടെ ഇപ്പോഴും അവിടെ ഹൈന്ദവവൽക്കരണത്തിന് പറ്റാതിരിക്കുന്നതിന് കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അവിടെ ഈ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും പൂരങ്ങളും അങ്ങനെ എല്ലാവരും ഇടപെടുന്നത് കൊണ്ടും അവരെല്ലാവരും നിൽക്കുന്നത് കൊണ്ടാണ് മതേതരമായി നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി അവിടെ എഴുന്നള്ളിപ്പിന് മുമ്പിൽ പോയി നിൽക്കുന്നതൊക്കെ തന്നെ അവരെ സഹായിക്കാനാണെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അവിടെ അല്ല, ഞാൻ പറയട്ടെ, ബോംബെയിലെ ഗണേശോത്സവം പോലെയല്ല കേരളത്തിലെ ഉത്സവങ്ങള്. അതായത് എങ്ങനെയാണ് ഹൈന്ദവൽക്കരണം നടക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ അവർ നടത്തുന്ന രീതികളിൽ നിന്ന് ഇപ്പൊ വടക്കേ മലബാർ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പിന്നെ തെയ്യങ്ങളും എങ്ങനെയാണ്? അത് വളരെ മതേതരമായി നടക്കുന്ന തെയ്യങ്ങളാണ്. അവിടെ ജാതിയോ മതത്തിനോ യാതൊരു കാര്യമില്ല. അത് ഒരു ഹൈന്ദവ രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ പൂരങ്ങൾ ഉത്സവങ്ങളെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു മതേതരമായ രീതിയിൽ നടക്കുന്നതിന് കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മതേതര പ്രസ്ഥാനങ്ങളുടെയും അതിനകത്ത് ഇൻവോൾവ്മെന്റ് തന്നെയാണ്. ആ ഇൻവോൾവ്മെന്റിനെ നിങ്ങൾ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് അവിടെ നടക്കുന്നത് വേറെ വലിയൊരു ഡിസ്കഷൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നമ്മൾ ഈ പ്രാവശ്യത്തെ സർക്കാർ വന്നപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ ഒരു പ്രതിപക്ഷത്തിന്റെ സ്പേസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ, അതിനനുസരിച്ചിട്ടുള്ള സ്വരങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് അപ്പൊ ഈ വിഷയം ഇന്ത്യ മുന്നണി ഗംഭീരമായിട്ട് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ രീതിയിൽ മാത്രം ഇതൊരു പ്രക്ഷോഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സമരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സംവാദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനൊരു ശക്തി പോരാന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചാൽ എന്ത് പറയും? അല്ല, അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഇന്ത്യ മുന്നണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നത് 4 ലക്ഷത്തിലെ ചില നോട്ട് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കും മുരളിക്കും ഒരുമിച്ച് കിട്ടിയിരിക്കുന്ന വോട്ട് 6.25 ലക്ഷമാണ്. ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാല് ഇന്ത്യ മുന്നണി ആയിരുന്നെങ്കിൽ സുരേഷ് ഗോപിയോട് ജയിക്കൂ? ഇല്ല. ആ പ്രശ്നം കേരളത്തിന്റെ രാഷ്ട്രീയത്തിനുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. ആ പ്രശ്നം ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനുണ്ട്. ഈ ഒരു വിഷയത്തിലെ ആ ഒരു യോജിപ്പ് പക്ഷെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ പരസ്പരം യോജിപ്പിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോ ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ? കോൺഗ്രസ്സുകാർ പറയുന്നത് ഇവിടെ ഇന്നലെ അവർ ആദ്യം ഉന്നയിച്ചത് ഇടുക്കിയില് ഏതോ 2 പഞ്ചായത്തിൽ CPM ഇതേപോലെ വോട്ട് ചേർത്തു എന്നവര് കഴിഞ്ഞ ദിവസം പത്രക്കാർ വിളിച്ച് പറഞ്ഞു. ഈ വേറൊരു മലപ്പുറത്തെ ഏതോ ഒരു പഞ്ചായത്തിൽ CPM വോട്ട് ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാ? ഇലക്ഷൻ മാനിപ്പുലേഷന്റെ അപ്പൊ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് എന്താ? അപ്പൊ ഞാൻ അങ്ങനെ പറയും, ഇപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ രാഷ്ട്രീയമായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്തിനുണ്ടാക്കിയതാണ്? ആ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അത് ഇന്നത്തെ ഒരു ഫാസിസ്റ്റ് ഒരു ഗവൺമെന്റുമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട രീതികൾ എന്താണെന്നതിനെ സംബന്ധിച്ചല്ല നമ്മൾ കാണേണ്ട ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി ഉണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇപ്പോ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഇടപെടല് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോസിറ്റീവായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ ഇപ്പോ ബീഹാറിലോ UP-യിലൊക്കെ ഒരുമിച്ചായിരിക്കും CPI-യും CPM ഒക്കെ ഒരുമിച്ച് ഒരു വലിയൊരു പ്രക്ഷോഭം നടക്കുമ്പോൾ അത് നമുക്ക് തോന്നും ഒരു ഗംഭീരമായി. കേരളത്തിൽ അങ്ങനെ നടക്കില്ലല്ലോ. കേരളത്തിൽ CPM-ഉം ചിലപ്പോൾ CPM ഒരാടത്ത് CPM ഒരാടത്തുനിന്ന് വരും, ചിലപ്പോൾ LDF എന്നതിൽ നടക്കും. ആ സമയത്ത് അവിടെ നടക്കുന്ന പോലെ നടക്കാത്തതിനുള്ളൊരു ഇവിടുത്തെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും രൂപപ്പെട്ടു വരാനുണ്ട്. അതിന്റെ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ BJP ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോ
വടക്കേ ഇന്ത്യയിലെ മണിപ്പൂരിൽ UP ഇരുന്നിട്ട് അവിടുത്തെ CPI-ക്കാരും കോൺഗ്രസ്സുകാരും പറയും നിങ്ങൾക്ക് അവിടെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ BJP ജയിക്കുമോ എന്ന് ചോദിക്കും. അവിടെ കോൺഗ്രസും LDF കൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ BJP ജയിക്കുമോ എന്ന് UP ഇരുന്ന് ചോദിക്കാം. അപ്പൊ അവിടെയുള്ള ആൾക്കാർ വിചാരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലല്ലോ. അവിടെ UP കോൺഗ്രസും BJP-യും CPM CPI ഒക്കെ ഒരുമിച്ച് മത്സരിക്കുകയും ഒരുമിച്ച് ഇലക്ഷൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകള് ഈ കേരളത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ അവിടെ BJP ജയിപ്പിച്ച് സത്യം പറഞ്ഞ് നിങ്ങൾ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ BJP ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് അത് ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ അതിൻ്റെതായിട്ട് പ്രശ്നങ്ങൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും രൂപപ്പെട്ട് വരാനുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു മറുപടി. അപ്പൊ എന്തായാലും ഇത്തരം വിഷയങ്ങളിലെങ്കിലും അങ്ങനെ ഒരു യോജിച്ച, കാരണം ജനങ്ങളുടെ മുന്നിലെ ഈ BJP-യുടെ ഒരു ഇൻവേഷൻ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്നു എന്നുള്ള ഒരു ബോധം ജനങ്ങളിലേക്ക് ഉണ്ടാവാൻ ഈ ഒരു വിഷയം ഉറപ്പായിട്ടും സഹായിക്കും എന്ന് തന്നെ കരുതാം. എന്തായാലും തീർച്ചയായിട്ടും അതായത് നമ്മുടെ യോജിപ്പിന്റെ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ വെള്ളം ചൂടാവാൻ 100 ഡിഗ്രി ആവണമെന്ന് പറയല്ലോ, എന്നാലേ വെള്ളം തിളയ്ക്കുള്ളൂ. അപ്പൊ നമ്മൾ വെള്ളം തിളയ്ക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അതിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു വരണമെങ്കിൽ 100 ഡിഗ്രി ആകുമ്പോഴേ വെള്ളം തിളയ്ക്കുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളുമാണ് ജനങ്ങളെ ഒന്നിപ്പിക്കുകയും അകറ്റുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ഇന്ത്യ മുന്നണിക്കകത്ത് ഒരുപാട് പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഈ വിഷയം വന്നപ്പോ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രക്ഷോഭം നടത്തിയത്. അപ്പോ ചില വിഷയങ്ങൾ നമ്മൾ ഒന്നിപ്പിക്കാത്ത ആളുകളെ ഒന്നിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കും. അപ്പൊ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ആത്യന്തികമായിട്ട് ഒന്നിക്കേണ്ടവർ ഒന്നിച്ച് പറ്റും. അത് നമ്മൾ ആരും തടഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അതിനകത്തൊരു പെറ്റിനെസോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി നമ്മുടെയൊക്കെ തന്നെ നമ്മളൊക്കെ ഇതുവരെ പരമ്പരാഗതമായി വിചാരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ ശത്രുതയൊന്നും നമുക്ക് വെച്ചു പുലർത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു അന്തിമ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ സംഗതിയിലേക്ക് വരുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ സംവിധാനം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്ന വിഷയമല്ലേ. അവിടെ ഒരു ലെവൽ പ്ലേ ഇല്ലാതെ വരുമ്പോ ആ ലെവൽ പ്ലേ ഇല്ലാതെ അവര് ഒരു വിഭാഗം മാത്രം എല്ലാ പിന്നെ മാനിപ്പുലേഷനും വേണ്ടി നടന്നുകൊണ്ടിരിക്കും, ബാക്കി എല്ലാവരും മാനിപ്പുലേഷൻ വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ഥിതി വ്യത്യസ്തമാവും. അപ്പോ കഴിഞ്ഞ ഇന്ത്യ മുന്നണിക്കകത്ത് ഇപ്പൊ ഇത്രയും വോട്ടുകൾ UP-യിലാണെങ്കിലും മറ്റു സ്ഥലത്തൊക്കെ തമ്മിൽ കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ഈ BJP-ക്ക് ഒരു 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു ഭരണഘടന തന്നെ മാറ്റുമെന്നൊരു ഫീലിംഗ് പിന്നെ വിഭാഗങ്ങൾക്കിടയിലും പിന്നോക്കക്കാർക്കിടയിലൊക്കെ വന്നപ്പോ അവിടെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായല്ലോ. അത് പ്രകടമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. അതിപ്പോ 2023 ശേഷമാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഇന്ത്യ മുന്നണി തന്നെ രൂപപ്പെട്ടു വരുന്നത്. അതുവരെ ഇന്ത്യ മുന്നണിക്ക് രൂപപ്പെടാൻ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയാ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുന്ന പെട്ടെന്ന് തന്നെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഉണ്ടാവേണ്ട ഘട്ടത്തിൽ ഉണ്ടായും മതിയാവും. ചില സമയത്ത് മല്ല പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. ആശയങ്ങൾക്കും പാർട്ടികൾക്കും ഈ പറയുന്ന രാസപ്രക്രിയയിൽ ഒരു രാസത്തുരങ്കം പോലെ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടികൾക്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിന്റെ ഒരു കെമിസ്ട്രി കൃത്യമായി വർക്ക് ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ വിശ്വാസക്കാരനാണ്. ഉറപ്പായിട്ടും ഇത് ആ ഒരു ബോയിലിംഗ് പോയിന്റ് ഈ ഒരു ഇതിൽ കൂടെ ഉണ്ടായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.